ഇന്നത്തെ ഇവിടുത്തെ ഒരു ചൂട് എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലായിരുന്നു. പുറത്തിറങ്ങാൻ നിവൃത്തിയില്ലായിരുന്നു കേട്ടോ. ചൂടും വെയിലും പുകച്ചിലും എല്ലാം കൂടി ആയപ്പോൾ നമ്മളൊരുമാതിരി പുഴുങ്ങിയെടുത്ത അവസ്ഥയിലായി. ഉച്ചയൊക്കെ ആയപ്പോഴേക്കും എൻ്റെ സർവ്വ റിലയും പോയിട്ടോ, അതുപോലെ ക്ഷീണമായി പോയി. എന്തായാലും അതേ നോമ്പ് തുറക്കുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഇറച്ചി നിന്ന് മടുത്തതുകൊണ്ട് ഇന്നിപ്പോൾ നമ്മൾ മുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് സവോളയൊക്കെ അതേ വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നാരങ്ങ വെള്ളം കലക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് മാത്രമാണ് കലക്കിയിട്ടുള്ളൂ, വേറെ ആരും കുടിക്കില്ല കേട്ടോ. പിന്നെ ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. അപ്പോഴേക്കും ഉമ്മിച്ചത് പുട്ടുണ്ടാക്കുന്നതാണ്. ഞാൻ പറഞ്ഞിട്ടാണ് കേട്ടോ, ഇന്ന് പുട്ട് മതി എന്ന് പറഞ്ഞു. പത്തിരി ആണെങ്കിലും തിന്ന് മടുത്തു കേട്ടോ. അഫി ഇന്ന് രാവിലെ മുതൽ കൂട്ടുകാരുടെ കളിയായിരുന്നു കേട്ടോ. വെയിലത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കില്ല. പിന്നെ കുട്ടികൾക്ക് വെയിൽ മഴയൊന്നൊരു വിഷയമല്ലല്ലോ. കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ മാക്സിമം അറുമാദിക്കും. അതെല്ലാം കഴിഞ്ഞ് വന്ന് കയറി കുളിച്ച് റെഡിയായിട്ട് എൻ്റെ ഒപ്പം വന്നതാണ് കേട്ടോ. ഞാൻ ഹെൽപ്പ് ചെയ്യാം ഉമ്മി കൊണ്ടുവയ്ക്കാൻ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി എല്ലാം ടേബിളിൽ കൊണ്ടുവച്ചു. പിന്നെ ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ബാങ്ക് വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈന്തപ്പഴമൊക്കെ കഴിച്ചു. പിന്നെ വെള്ളം കുടിച്ചു. അതിനുശേഷം നാരങ്ങ വെള്ളം കുടിച്ചു. ഞാൻ മാത്രമാണ് നാരങ്ങ വെള്ളം കുടിക്കാറുള്ളൂ കേട്ടോ. പിന്നെ നിതിമോളും നമ്മുടെ കൂടെ നോമ്പ് തുറക്കുന്നുണ്ട് കേട്ടോ.